സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് 1,11,00,000 വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതുന്നത്. രാവിലെ 7 മണി മുതൽ ഇനി കേവലം 20 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വൈകിട്ട് 5 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ സെന്റ് ജോസഫ് സ്കൂളിൽ നിന്നും സുനിൽ അരുമാനൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുനിൽ, അവസാന നിമിഷത്തിൽ നിന്നും മോക്ക് പോളിംഗ് വിജയകരമായി എല്ലാ ബൂത്തുകളിലും പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായും സ്വരാജ, മോക്ക് പോളിംഗ് അല്പം മുമ്പ് തന്നെയാണ് വിജയകരമായ രീതിയിൽ പൂർത്തിയായിട്ടുള്ളത്. ഇവിടെ വഞ്ചൂർ വാർഡിലെ 5 ബൂത്തുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ 5 ബൂത്തുകളിലും മോക്ക് പോളിംഗ് നടന്നു കഴിഞ്ഞു. മോക്ക് പോളിംഗിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്നേജൻസ് ആണ് അവരുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർ, പോളിംഗ് ഓഫീസറും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്നാണ് അത് പരിശോധിച്ച് ആ ഉപകരണത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് പതിയുന്നുവെന്നും അതിനുശേഷം ആ പതിഞ്ഞ വോട്ടുകൾ കൗണ്ട് ചെയ്ത് നോക്കുകയും ചെയ്തു. അപ്പോൾ ഉപകരണം ഈ പോളിംഗിന് വേണ്ടി റെഡിയായി കഴിഞ്ഞു എന്നുള്ളത് ബോധ്യപ്പെട്ട ശേഷം അതിനെ സീൽ ചെയ്ത് ഇപ്പോൾ യഥാസ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇനി 7 മണിയാകുമ്പോഴേക്കും പോളിംഗ് ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. 5 മണി വരെയാണ് പോളിംഗിനുള്ള സമയം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 3255 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 173 പ്രശ്നബാധിത ബൂത്തുകളാണ്. പ്രത്യേകിച്ച് അതിൽ 73 ബൂത്തുകളും തീരദേശ മേഖലയിലാണ് വരുന്നത്. പ്രത്യേകിച്ച് വലിയതുറ, പൂന്തുറ, വിഴിഞ്ഞം തുടങ്ങിയ മേഖലകളിൽ വരുന്ന തീരദേശ ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകൾ. ഇതിൽ 156 ഇടങ്ങളിൽ ക്യാമറ സംവിധാനം ഉദ്യോഗസ്ഥർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് കേന്ദ്രങ്ങളിൽ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ഒരു പോലീസ് സുരക്ഷ എല്ലാ സ്ഥലങ്ങളിലും ഒരുക്കിക്കൊണ്ട് ഉള്ള ഒരു പോളിംഗിന് വേണ്ടിയിട്ടാണ് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ 100 വാർഡുകളാണ് ഉള്ളത്. കോർപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഗ്രാമപഞ്ചായത്തിലേക്ക് പോകുമ്പോൾ 3 വോട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ഇതിനുവേണ്ടി 3 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിങ്ങനെയാണ്: ആദ്യത്തേത് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള വോട്ടിംഗ്, രണ്ടാമത്തത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, മൂന്നാമത്തത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ടിംഗ് ആണ്. ജില്ലാ പഞ്ചായത്ത് എടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് 26 ഡിവിഷനുകൾ ചേർന്നതാണ് ഒരു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തായിട്ട് പറയുന്നത്. 11 ബ്ലോക്കുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത്. 73 ഗ്രാമപഞ്ചായത്തുകളുമുണ്ട്. ഇവിടെയൊക്കെ യഥാസമയം തന്നെ വോട്ടിംഗ് പ്രക്രിയ നടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ എല്ലാ ബൂത്തിലും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രാവിലെ മഴ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം കാലവർഷമാണ്, ശക്തമായ മഴയാണ് വരുന്നതെങ്കിൽ പോളിംഗിൻ്റെ ശതമാനത്തെ അത് തീർച്ചയായും ബാധിക്കും. അത് സാധാരണ രാവിലെ വരുമ്പോൾ പുരുഷ വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. അതിനുശേഷം സാധാരണഗതിയിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ സ്ത്രീ വോട്ടർമാർ കൂടുതൽ ഉച്ചയ്ക്ക് ശേഷം വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ മഴയാകുമ്പോൾ അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഏകദേശ ചിത്രം പോളിംഗ് ആരംഭിക്കുമ്പോൾ അറിയാൻ സാധിക്കും. അതുപോലെ എല്ലാ കേന്ദ്രങ്ങളിലും എല്ലാവരും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ മോക്ക് പോളിംഗ് ഒക്കെ നടത്തി തയ്യാറായിരിക്കുകയാണ്. ഇനി വോട്ടർമാർ വരിക, അവർ വോട്ട് രേഖപ്പെടുത്തുക. ആദ്യം വോട്ടർമാർ അവരുടെ ഒരു സ്ലിപ്പുണ്ടാവും, അവരുടെ എത്രാമത്തെ വാർഡാണെന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു സ്ലിപ്പ് ഉണ്ടാകും. ആ സ്ലിപ്പ് ഇല്ലാത്തവർക്കും സ്ലിപ്പ് കൊണ്ട് ഇതിനകത്തേക്ക് കയറുകയും അവരുടെ ഐഡൻറ്റി കാർഡ് കാണിക്കുക. അതിനുശേഷം വിരലിൽ മഷി അടയാളം രേഖപ്പെടുത്തും. അതിനുശേഷമാണ് അവർ ഓരോരുത്തരായി തന്നെ ഈ വോട്ടിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോകുന്നത്. മെഷീൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ബട്ടൺ റെഡിയാകും എന്നുള്ളതാണ്. ആ ബട്ടൺ റെഡിയായി കഴിഞ്ഞാൽ കൃത്യമായി അവർ ആ മെഷീനിലേക്ക് വോട്ട് രേഖപ്പെടുത്താം. കോർപ്പറേഷനിൽ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒരു വോട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ 3 വോട്ട് ചെയ്യാം എന്നുള്ള പ്രത്യേകതയാണ്. നഗരസഭ എടുക്കുമ്പോൾ നഗരസഭയിൽ 4 നഗരസഭകളിലേക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം 7 റിബൽ സ്ഥാനാർത്ഥികളും UDF-നകത്ത് വോട്ടിങ്ങിനായുണ്ട്. SNDP സ്ഥാനാർത്ഥികളുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ്, രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ വ്യത്യസ്തപരമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് പോളിംഗ് നടക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഒക്കെ പ്രതീക്ഷകൾ ഏതു തരത്തിലാണ് വരാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയണം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വോട്ടിങ്ങിനായി VM സുധീരൻ, MA ബേബി, അതോടൊപ്പം തന്നെ AK ആൻ്റണി അടക്കമുള്ള നേതാക്കളുണ്ട്. S രാമേന്ദ്രൻപിള്ള, CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം S രാമേന്ദ്രൻപിള്ള വോട്ടിംഗ് രേഖപ്പെടുത്താനായി ഉണ്ട്. നടൻ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. രാജഗോപാൽ, BJP-യിലെ രാജഗോപാലും തിരുവനന്തപുരത്ത് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ഓരോ ആൾക്കാരും ഓരോ അവരുടെ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തും. അത് 7:30 മണിക്കൊക്കെ നേതാക്കൾ എത്തിത്തുടങ്ങും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത് ഓരോ മിനിറ്റുകൾക്കും നമുക്ക് കൃത്യമായിട്ടുള്ള പോളിംഗ് അപ്ഡേഷൻസും
അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കാൻ സാധിക്കും. അതിനുവേണ്ടി മറ്റ് പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം ശരി, സുനിലേക്ക് വരാം. സംസ്ഥാനത്തെ വോട്ടിംഗ് നില കൃത്യമായി അറിയിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ സജ്ജമായി. ഓരോ 2 മണിക്കൂറിലും വിവരങ്ങൾ സൈറ്റിലൂടെ ലഭ്യമാക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ നിന്നും മിനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. മിനീഷ്, അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഈ അവസാന നിമിഷത്തിൽ എന്താണ് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ? സുരജ, ഇലക്ഷൻ കമ്മീഷന്റെ ക്രമീകരണങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു കൃത്യമായ വിവരം നൽകാൻ കഴിയുമെന്നാണ് ഇവിടെ അധികൃതർ പറയുന്നത്. വോട്ടിംഗ് ശതമാനം എത്ര, അത് ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ വരണമെങ്കിൽ വീണ്ടും 1 മണിക്കൂർ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്നാലും അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പോളിംഗ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീഷ്യൽ കൃത്യമായ വിവരങ്ങൾ എത്തും. അതിനുവേണ്ടുന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നതേ ഉള്ളൂ. മീഡിയയ്ക്ക് വേണ്ടി പ്രത്യേക സ്ഥലം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഭൂപ്രകൃതി കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള ഒരു പ്രദേശം എന്നുള്ളതിൽ ഈ 7 ജില്ലകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ള ഒരു ജില്ല. തിരുവനന്തപുരത്ത് ആകെ വോട്ടർമാർ 26,02,589 വോട്ടർമാരാണുള്ളത്. ഇതിൽ സ്ത്രീ വോട്ടർമാരാണ് ഭൂരിപക്ഷം. അവർ 13,71,366 പേർ സ്ത്രീ വോട്ടർമാരും 12,28,467 പേർ പുരുഷ വോട്ടർമാരുമാണ് ഈ തിരുവനന്തപുരത്ത് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ഒരു 15 മിനിറ്റ് കൂടി കഴിയുമ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നടന്നു നീങ്ങുക. നേരത്തെ തന്നെ ജനറൽ ഹോസ്പിറ്റൽ വാർഡിൽ നിന്നും സുനിൽ സൂചിപ്പിച്ചതുപോലെ മഴ ചെറിയ പ്രദേശങ്ങളിലൊക്കെ അലട്ടുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന വിവരം. ആ മഴയുടെ ഒരു തടസ്സം മാറിക്കിട്ടിക്കഴിഞ്ഞാൽ വളരെ ആവേശത്തോടു കൂടി തന്നെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ചും ഇത്തവണ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു സമയം കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയം സമഗ്രമായി ചർച്ച ചെയ്ത ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും BJPയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ടും BJP തന്നെ ഉയർത്തിയ ബീഫ് രാഷ്ട്രീയവുമൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യുക ഒരു കാലഘട്ടം കൂടിയാണിത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിഹേഴ്സൽ അല്ലെങ്കിൽ ഒരു സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായതുകൊണ്ട് തന്നെ സജീവമായി എല്ലാ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും വളരെ ഗൗരവത്തോടെയും ജാഗ്രതയോടും കൂടി കാണുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അതുപോലെ തന്നെ ഒരു ജില്ലാ പഞ്ചായത്തുകളിൽ 26 ഡിവിഷനുകളാണുള്ളത്. അതുപോലെ 4 മുനിസിപ്പാലിറ്റികൾ, 73 ഗ്രാമപഞ്ചായത്തുകൾ ഇവയിലാണ് ഇന്ന് ജനങ്ങൾ മാറ്റുരയ്ക്കുന്നത്. അതിനുവേണ്ടുന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം ബൂത്തുകളിലെല്ലാം ഒക്കെ തന്നെ ഇന്നലെ ഈ പറയുന്ന ആദ്യമായി മൾട്ടി പോസ്റ്റ് ഇലക്ട്രോണിക് യന്ത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. അതായത് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിലുമായി ഈ ഒരു വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്ന ഒരു രീതി ആദ്യമായി പരീക്ഷിച്ച് നോക്കുകയാണ്. കോർപ്പറേഷനിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ഇതിനു വേണ്ടുന്നുള്ള സാമഗ്രികളെല്ലാം തന്നെ ഇന്നലെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റ് തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും അനിഷ്ടമായ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 173 പ്രശ്നബാധിത പ്രദേശങ്ങളുണ്ട്. അതൊക്കെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ തന്നെ സായുധ സേനയെ നിയോഗിച്ചിട്ടുണ്ട്. അവിടെ 153 സ്റ്റേഷനുകളിൽ ക്യാമറ നിരീക്ഷണമുണ്ട്. ആ ക്യാമറ നിരീക്ഷണത്തിലൂടെ തന്നെ സമഗ്രമായ കാര്യങ്ങൾ, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് അറിയാനും അത് പ്രേക്ഷകരിലെത്തിക്കാനും അതിനു വേണ്ടുന്നുള്ള സത്വര നടപടികൾ സ്വീകരിക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസും കളക്ട്രേറ്റും അതുപോലെ തന്നെ മറ്റ് പോലീസ് ആസ്ഥാനങ്ങളിലൊക്കെയുമായി പരസ്പരം ബന്ധിപ്പിക്കുന്ന സെക്യൂരിറ്റി സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 9 മണിയാകുമ്പോൾ തന്നെ ഏകദേശമുള്ള പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യങ്ങളും മറ്റ് വിവരങ്ങളും നമുക്കറിയാൻ കഴിയും. മിനിറ്റുകൾ മാത്രമാണ് വോട്ടെടുപ്പ് ആരംഭിക്കാൻ ഉള്ളത്. മിക്ക ബൂത്തുകളിലും ക്യൂ ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊല്ലത്ത് ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. രാജ്കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാജ്കുമാർ, അവസാനവട്ടം കൊല്ലത്ത് നിന്നും. സുരരാജ്, ഏകദേശം 20,23,749 വോട്ടർമാരാണ് കൊല്ലം ജില്ലയിലുള്ളത്. ഇതിൽ 10,66,000 പേർ സ്ത്രീകളും 9,57,614 പേർ പുരുഷന്മാരുമാണ്. സാധാരണഗതിയിൽ എല്ലാ ലിംഗപരിശോധന നടത്തി കഴിഞ്ഞാൽ ലിംഗപരമായി തന്നെ സ്ത്രീ പുരുഷ വോട്ടർമാരിൽ എപ്പോഴും സ്ത്രീകൾക്ക് തന്നെയാണ് മുൻതൂക്കം.
അതേസമയം 68 ഗ്രാമപഞ്ചായത്ത്, 1234 വാർഡ്, 11 ബ്ലോക്ക്, 153 ഡിവിഷൻ, അതുപോലെ മുനിസിപ്പാലിറ്റിയിലെ 131 വാർഡ്, കൊല്ലം നഗരസഭയിലെ 55 ഡിവിഷൻ, കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ 26 ഡിവിഷനുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏകദേശം 5701 സ്ഥാനാർത്ഥികളുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ 4414, ബ്ലോക്ക് പഞ്ചായത്തിൽ 516, അതുപോലെ ജില്ലാ പഞ്ചായത്തിൽ 104, മുനിസിപ്പാലിറ്റിയിൽ 416, കൊല്ലം നഗരസഭയിൽ 251 എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ എണ്ണം. 124 പ്രശ്നബാധിത ബൂത്തുകളുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ക്യാമറയിൽ ഇവിടെ നടക്കുന്ന വോട്ടിംഗ് ക്രമീകരണങ്ങൾ മുഴുവനും പകർത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള പരിശോധനയും മറ്റ് വകുപ്പുകളുടെ പരിശോധനയും നടക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 73.58% പോളിംഗ്. ഇതിൽ ത്രിതല പഞ്ചായത്തിൽ 74%, കോർപ്പറേഷനിൽ 68.26%, പുനലൂർ, പരവൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ 75ഓളം ശതമാനത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ത്രിതല ഗ്രാമപഞ്ചായത്തുകൾ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള പോളിംഗ് ശതമാനം. രാവിലെ ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്നത് കണ്ടോൺമെൻറ്റിലുള്ള ഒരു പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 7 മണിയോടുകൂടി തന്നെ പ്രേമചന്ദ്രൻ, RSP നേതാവ് കൂടിയായിട്ടുള്ള പ്രേമചന്ദ്രൻ MP ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ PK ഗുരുദാസൻ, ഇക്കുറി സിനിമാ നടനായിട്ടുള്ള മുകേഷ് ഇക്കുറി വോട്ട് ചെയ്യുന്നില്ല എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ MLA മാരൊക്കെ തന്നെ കൊല്ലം ജില്ലയിൽ വോട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇന്ന് രാവിലെ ശുഭകരമായ ഒരു വാർത്തയല്ല നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ പെരുന്നാട് പഞ്ചായത്തിൽ 18-ാം വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ലെറ്റസ് ജെറോമിനെ ഒരു സംഘം ആക്രമിച്ചു. ഇത് RSS പ്രവർത്തകരാണ് ആക്രമിച്ചു എന്നാണ് ഇടതുമുന്നണി ആരോപിക്കുന്നത്. ലെറ്റസ് ജെറോമിൻ്റെ തലയ്ക്ക് വെട്ടേറ്റിട്ടുണ്ട്. 4 പേർ ബൈക്കിൽ ഹെൽമറ്റുധാരികളായ 4 പേർ എത്തി ആക്രമണം നടത്തുകയായിരുന്നു. ഈ സ്ഥാനാർത്ഥി ഇപ്പോൾ കൊല്ലം മെഡിസിറ്റി മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്.